ഒരു 3 സൂപ്പർ ലേഡീസ് ആണ് ആ ഓഫർ അടിച്ചത്. അപ്പൊ അവര് ഇന്ന് നമ്മളോട് ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ലെ. ചിലപ്പോ അവരെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മയായിരിക്കും. അപ്പൊ അവരുടെ സ്വപ്നങ്ങളിൽ ചിലപ്പോ ഫിജി കാർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏറ്റെടുത്ത സമയത്ത് ഇങ്ങനെ ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്യുമെന്നോ, ഒരു ട്രിപ്പിനായിട്ട് ദുബായിലേക്ക് പോകുമെന്നോ യാതൊരു പ്രതീക്ഷകളും ഇല്ലാതിരുന്ന ആളുകളായിരിക്കും. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ഏറ്റെടുത്തതിന് ശേഷം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെ. നമ്മുടെ ബിബിൻഷാ മേഡത്തിന്റെ ആയാലും സിബി മേഡത്തിന്റെ ആയാലും സ്നേഹ മേഡത്തിന്റെ ആയാലും ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടതാണല്ലോ. അതിന്റെ ഒരു സന്തോഷം നമ്മളിൽ എല്ലാവരും നമ്മൾ കണ്ടറിഞ്ഞ ആളുകളാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ 3 സ്റ്റാർസ് ആണ്. അപ്പൊ അവരിൽ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത് എനിക്കറിയില്ല. 3 പേരും കട്ടയ്ക്ക് നിൽക്കുകയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരാണ് ഫസ്റ്റ് വരുന്നത്? ബിബിൻഷാ മേഡം ആണോ ഫസ്റ്റ് വരുന്നത്? അപ്പൊ ബിബിൻഷാ മേഡം ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ബിബിൻഷാ മേഡത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ബിബിൻഷാ മേഡം ഞങ്ങളുടെ വാർഡ് മെമ്പർ ആയിരുന്നു. അപ്പൊ ബിബിൻഷാ മേഡം പറയാറുണ്ട് ആ ഒരു ദുബായ് ഓഫർ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, അച്ചീവ് ചെയ്യുന്നതിന് മുമ്പേ ബിബിൻഷാ മേഡം പറയാറുണ്ടല്ലോ, വീട്ടിൽ പറയാറുണ്ട് മക്കളെ എവിടെയാക്കണം, മക്കളെ എവിടെയാക്കിയിട്ട് പോകണം, അങ്ങനെ കുറെ പ്ലാനിങ്, പ്രീ പ്ലാനിങ് ആണ്. അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് കുറെ പ്രീ പ്ലാനിങ് നടത്തി. മാത്രമല്ല അതിന്റെ ഒരു പെയിൻ, അത് ഗെയിൻ ചെയ്യാനായിട്ട് ഒരു പെയിൻ, എത്രമാത്രം പെയിൻ അനുഭവിച്ചു എന്നൊക്കെ പല സമയങ്ങളിലും ബിബിൻഷാ മേഡം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ അതെല്ലാം ഒരു എൻജോയ്മെന്റിന്റെ മൂഡിലേക്ക് വന്നേക്കാണ്. അപ്പോ ആ ഒരു സന്തോഷം നമ്മളോട് ഷെയർ ചെയ്യുന്നതിനായിട്ട് ബിബിൻഷാ മേഡത്തെ വളരെ സ്നേഹത്തോടു കൂടി, അതിലുപരി സന്തോഷത്തോടു കൂടി ഞാൻ സ്ക്രീനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ബിബിൻഷാ മേഡം, വെൽക്കം ടു 7am. താങ്ക് യു ജയ മേഡം. ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ 7am നമുക്ക് ഇവിടുന്ന് പങ്കെടുക്കാൻ സാധിച്ചതില് എന്തായാലും സൗമ്യ മേഡത്തിനോട് തന്നെ ആദ്യം നന്ദി പറയാം. കാരണം ഞങ്ങള് ഇന്നലെ പല പ്രാവശ്യം ഒഴിവാക്കി വിട്ട കേസാണ്. കാരണം നമുക്ക് ഈ രാവിലെ ഇവിടെ രാത്രി നമ്മൾ വന്ന് കിടക്കുന്ന സമയത്ത് ഒരു ആദ്യത്തെ ദിവസം വൈകിയായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങള് ചുമ്മാ നൈറ്റ് ഒന്ന് കറങ്ങാൻ പോയി. അപ്പോ അതുകൊണ്ട് തന്നെ വൈകി വന്ന് ഇവിടെ കിടന്നു. എനിക്കൊന്നും അറിയില്ലല്ലോ, നിങ്ങൾ ഞങ്ങളെ ഫോട്ടോയൊക്കെ വെച്ച് പോസ്റ്ററൊക്കെ അടിച്ച് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി എണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞങ്ങളിങ്ങനെ കണ്ണ് തുറന്നു പിടിച്ചിട്ടാ കിടന്ന്. സമയം ആവോന്ന് വിചാരിച്ചിട്ട്. അപ്പോ എന്തായാലും ഞങ്ങള് ഇന്നിപ്പോ 3ാമത്തെ ഒരു ഡേ ആണ് ഇന്നിപ്പോ ആരംഭിക്കാൻ പോകുന്നത്. നമ്മള് ഇതുവരെയുള്ള യാത്രയെല്ലാം നമുക്ക് അടിപൊളിയായിരുന്നു. നമ്മള് അവിടെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നമ്മള് വൈകിട്ട് 7 മണിക്ക് നമ്മൾ തൃശ്ശൂര് നമ്മുടെ ഐക്യു അക്കാഡമി